ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ മൊബൈൽ ഒന്ന് തുറക്കേണ്ട താമസമുള്ള പരസ്യത്തോട് പരസ്യമാണല്ലേ, പക്ഷെ അതിൽ 90% വരും നമ്മൾ ഗൂഗിൾ ക്രോം വഴിയായിരിക്കും. അത് നമുക്ക് പലപ്പോഴും അറിയാറില്ല. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഗൂഗിൾ ക്രോം വഴി നമുക്ക് വരുന്ന പരസ്യങ്ങൾ നമുക്കൊരു പരിധി വരെ മാക്സിമം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് സെറ്റിംഗ്സുകളുണ്ട്. പലർക്കും അറിയാത്ത സെറ്റിംഗ്സുകളാണ്. നമുക്ക് ആ സെറ്റിംഗ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പരസ്യങ്ങൾ ഒഴിവാക്കാൻ കഴിയുന്നത് മാത്രമല്ല, നമുക്ക് പല രീതിയിലുള്ള അനാവശ്യമായിട്ടുള്ള അവർ നമ്മൾക്ക് തരുന്ന പരസ്യങ്ങൾ വരെ അവർ മെഷർ ചെയ്യുന്നവരുണ്ട്. എത്ര പരസ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും വളരെ അതിവിദഗ്ധമായിട്ടാണ് അവർ നമുക്ക് എന്ത് ചെയ്യുന്നത്, പരസ്യങ്ങൾ അയക്കുന്നത്. അപ്പോൾ ആ ഓപ്ഷനും കൂടി നമ്മളൊന്ന് എനേബിളോ അല്ലെങ്കിൽ ഡിസേബിളോ ഞാനത് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അതൊന്ന് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പരസ്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ കാണുന്നെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ തുടർന്ന് ലൈക്ക് ബട്ടൺ, പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. മൊബൈലിന്റെ ഹോം പേജിൽ നമുക്ക് ഗൂഗിൾ ക്രോം വഴി നമുക്ക് വരുന്ന അനാവശ്യ പരസ്യങ്ങൾ നമുക്ക് ഒരു പരിധി വരെ ഒഴിവാക്കാൻ എന്തെല്ലാം മാർഗങ്ങൾ ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തു മുകളിൽ 3 ഡോട്ട്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നമുക്ക് വേണ്ട സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. ആ സെറ്റിംഗ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആദ്യമായി ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ സേവ് ആയി കിടക്കുന്നുണ്ട്. അത് നമുക്ക് അറിയാൻ വേണ്ടി നമ്മൾ താഴെ നോക്കി കഴിഞ്ഞാൽ ഇവിടെ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റിയിൽ നമുക്ക് ഏറ്റവും മുകളിൽ കാണും ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം നമ്മൾ ഇതിന് മുൻപ് നമ്മൾ കയറിയ വെബ്സൈറ്റുകൾ കാര്യങ്ങളിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കാം ക്ലിയർ ബ്രൗസിംഗ് ഡാറ്റയിൽ നമുക്ക് 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ബേസിക് വരുന്നുണ്ട്, അഡ്വാൻസ്ഡ് വരുന്നുണ്ട്. അപ്പൊ ബേസിക് ലെവലിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 2 കാര്യങ്ങളാണ്. നമ്മൾ ബ്രൗസ് ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി നമുക്ക് ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് കുക്കീസ് നമുക്ക് താഴെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ കാഷ്ഡ് ഇമേജസ് ആൻഡ് ഫയൽസ് നമുക്ക് ഏതൊക്കെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടതെങ്കിൽ നമുക്ക് അതൊന്ന് ടിക്ക് ഇട്ടതിന് ശേഷം നമുക്ക് താഴെയുള്ള ക്ലിയർ ഡാറ്റ കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ഹിസ്റ്ററി മാത്രം, നമ്മൾ ചെയ്തിരിക്കുന്ന ഹിസ്റ്ററി മാത്രം ക്ലിയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി അതിന്റെ മുകളിൽ അഡ്വാൻസ് പറഞ്ഞ ഒരു ഓപ്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മൊത്തം നമുക്ക് ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കണം. ഹിസ്റ്ററി ആണെങ്കിലും അതുപോലെ തന്നെ കുക്കീസ് ആണെങ്കിലും അതൊക്കെ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് പോകും. അത് മാത്രമല്ല നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. താഴേക്ക് വന്നിട്ടുണ്ടെങ്കിൽ സേവ്ഡ് പാസ്വേഡ്സ് എന്ന ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ ഓരോ സൈറ്റിൽ നമ്മൾ അല്ലെങ്കിൽ ആപ്പുകളിലൊക്കെ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ സേവ്ഡ് പാസ്വേഡ് ഒക്കെ നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമേ ആ ടിക്ക് ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ ടിക്ക് ഒഴിവാക്കി കൊടുക്കുക, ഇല്ലെങ്കിൽ ഈ പാസ്വേഡ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. അപ്പം ഇത് ഒഴിവാക്കി കൊടുക്കുന്ന വഴി നമുക്ക് നമ്മൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പോയിരിക്കുന്ന വെബ്സൈറ്റുകൾ കാര്യങ്ങളൊന്നും ഇവർക്ക് അറിയാൻ പറ്റില്ല. അപ്പൊ അതുവഴി നമുക്ക് കുറെ പരസ്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ഏരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് 15 മിനിറ്റ്സ്, ലാസ്റ്റ് ഹവർ, ലാസ്റ്റ് 24. അതിൽ നമുക്ക് ഓൾ ടൈംസ് ആണ് കൊടുക്കേണ്ടത്. നമ്മൾ ഇതുവരെ നമ്മൾ ബ്രൗസ് ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റകളും ക്ലിയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലിയർ ഓൾ ടൈംസ് നമ്മൾ കൊടുത്തതിന് ശേഷം വേണം നമ്മളത് ക്ലിയർ ചെയ്യണമെങ്കിൽ. അതാണ് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്യാനുള്ളത്. അത് ചില സമയങ്ങളിൽ ഒരു വീക്ക്ലി വൺസ് ഒക്കെ നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് അതുവഴി നമുക്ക് സെർച്ച് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മൾ ഏതെല്ലാം വെബ്സൈറ്റിൽ പോയിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും പരസ്യങ്ങൾ. ഇവിടെ നമുക്ക് സെക്കൻഡ് ആയിട്ട് കാണിക്കുന്നത് തേർഡ് പാർട്ടി കുക്കീസ് കാണിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി കുക്കീസിൽ നമുക്ക് ഇവിടെ കാണിക്കുന്നത്, നിങ്ങളുടെ ഫോൺ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ അലോ തേർഡ് പാർട്ടി കുക്കീസ് ആണ് നമ്മൾ ഒഴിവാക്കി കൊടുക്കുക. തേർഡ് പാർട്ടി കുക്കീസ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് വരുന്ന കാര്യങ്ങൾ, ഇമേജസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ആഡ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. മുകളിലൊന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ നമുക്ക് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ബ്ലോക്ക് തേർഡ് പാർട്ടി കുക്കീസ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ. ഇതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഫോണിലേക്ക് വരുന്ന പരസ്യങ്ങൾ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തായിട്ട് നമുക്ക് ആഡ് പ്രൈവസി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം ഈ ആഡ് പ്രൈവസിയിൽ ആഡ് ടോപ്പിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കാണിക്കുന്നുണ്ട്. ഇതാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ബേസ്ഡ് ഓൺ നമ്മുടെ ടോപ്പിക്കുകൾ, നമ്മൾ ഏത് ടോപ്പിക്കിനനുസരിച്ച് നമ്മുടെ താല്പര്യങ്ങളൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളാണ് നമുക്ക് അയക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടെ തന്നെ ടിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പം ആ ടോപ്പിക് നമ്മൾ സെർച്ച് ചെയ്യുന്ന ടോപ്പിക്കിനനുസരിച്ചുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരില്ല. പിന്നെ അതേപോലെ തന്നെ സൈറ്റ് സജസ്റ്റഡ് ആഡ്സ്, ഓരോരോ സൈറ്റിനും അനുസരിച്ചുള്ള ആഡുകൾ നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ് ഇത് വരുന്നത്. അവിടെയും നമ്മൾ ഓഫാണ് കൊടുക്കേണ്ടത്. അത് ഓൺ ആയിട്ടാണ്, ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ടാണ് അവിടെ കിടക്കുക. അപ്പൊ അതുവഴിയൊക്കെ നമുക്ക് പരസ്യങ്ങൾ, സജസ്റ്റഡ് ആയിട്ടുള്ള പരസ്യങ്ങളൊക്കെ നമുക്ക് വരുന്നതാണ്. അത് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമതായിട്ടുള്ള ആഡ് മെഷർമെന്റ്, ഈ ആഡ് മെഷർ ചെയ്യാനുള്ള ഓപ്ഷനും കൂടി അവർ അതിൽ വെച്ചിട്ടുണ്ട്. ഏതെല്ലാം സൈറ്റിൽ നമ്മൾ കയറിയിട്ടുണ്ട്, അതിലെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആഡ് മെഷർ ചെയ്യാനുള്ള എത്ര ടൈം നമ്മൾ കണ്ടിട്ടുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ആഡ് മെഷർ ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അവർ ഇവിടെ എനേബിൾ ആണ് കിടക്കുന്നത്. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, എനേബിൾ ഉള്ളത് ഡിസേബിൾ ആക്കി കൊടുക്കുക. ഇത് ആർക്കും അറിയാത്ത ഓപ്ഷനാണ്. അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് പരസ്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇനിയും ഉണ്ട് സെറ്റിംഗ്സ്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിന് തൊട്ട താഴെയായിട്ട്
സെൻഡ് ഡു നോട്ട് ട്രാക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളിവിടെ ഓൺ ആണ് കാണിക്കുന്നത്. അതായത് നമ്മളുടെ എല്ലാ മൂവ്മെന്റ്സും ഈ ഗൂഗിൾ ക്രോം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുവഴി നമുക്ക് പരസ്യങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവിടുന്ന് റിക്വസ്റ്റ് കൊടുക്കുകയാണ്, ഡു നോട്ട് ട്രാക്ക് എന്നുള്ളൊരു റിക്വസ്റ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതിന് താഴെയായിട്ട് നമുക്ക് ഇവിടെ കാണാം സെക്യൂർ DNS എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ആ സെക്യൂർ DNS നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സർവീസ് പ്രൊവൈഡർ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അത് നമ്മുടെ തന്നെ, അതായത് എയർടെൽ ആണ്, ജിയോ ആണ് നമുക്ക് വരുന്നത്. അത് മാറ്റിയിട്ട് ചൂസ് അനദർ പ്രൊവൈഡർ എന്നുള്ളത് കൊടുത്തിട്ട് ഇവിടെ താഴെ നമുക്ക് ആ കസ്റ്റമൈസ്ഡ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ക്ലൗഡ് ഫ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുക്കാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ട് വെബ്സൈറ്റുകളിലേക്ക് പോകുന്നതും അതുവഴി നമുക്ക് പരസ്യങ്ങൾ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് പ്രൈവസിയിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് കാണിച്ചിരുന്നുണ്ട് എന്തൊക്കെയാണ് ഇതുവഴി നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ പരസ്യങ്ങൾ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല എങ്ങനെയാണ് ഇവർ നമുക്ക് പരസ്യങ്ങൾ അയക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമ്മൾ തന്നെ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഓൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചില ഓപ്ഷൻസ് വഴിയാണ് നമ്മൾ ഈ പരസ്യങ്ങളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം നമ്മളൊന്ന് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണും എല്ലാ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയുള്ള വീഡിയോസുമായി അഭിലാഷ് രാഘവ് സൈനിങ് ഔട്ട്.